ബ്ലോക്ക് ഡയഗ്രാംസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ മെത്തേഡിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ ഒരുപാട് കമ്പോണൻസ് ഇൻ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഓരോ കമ്പോണൻസിനെയും നമ്മൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്കിലാണ് എഴുതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ ഒരുപാട് ബ്ലോക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെ അതിനെ റെഡ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ബ്ലോക്കാക്കി മാറ്റി അതിൻ്റെ ഓവറോൾ അല്ലെങ്കിൽ ടോട്ടൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ബ്ലോക്ക് ഡയഗ്രം നമ്മൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിലുള്ള എലമെൻസിനെ കുറിച്ച് എന്തായിരിക്കണം, ഫെമിലർ ആയിരിക്കണം. അപ്പോൾ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ മെയിനായിട്ട് വരുന്ന 3 എലമെൻറ്റ്സ് ആണ് ബ്ലോക്ക്, സമ്മിങ് പോയിൻറ്റ്, ബ്രാഞ്ച് പോയിൻറ്റ്. അപ്പോൾ ഈ 3 എലമെൻറ്റ്സിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലോക്ക് ഡയഗ്രത്തെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് നോക്കാം. എന്താണ് ബ്ലോക്ക്? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതാണെന്ത്, ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബ്ലോക്കിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും വരും ഔട്ട്പുട്ടും വരും. അതായത് ഫ്ലോ ഓഫ് സിഗ്നൽസ് എന്ത് റെപ്രസെൻ്റ് ചെയ്യും, ബ്ലോക്കിനകത്ത് റെപ്രസെൻ്റ് ചെയ്യും. അപ്പം ഈ ഒരു സൈഡിൽ നിന്ന് ഇൻപുട്ടിൻ്റെ ഫ്ലോ ഓഫ് സിഗ്നൽ ഈ ഡയറക്ഷനിലാണ്. സോ ബ്ലോക്ക് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഞാൻ ഇൻപുട്ട് എ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g(s) അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി g എന്ന് എഴുതാൻ പറ്റും. ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തു, b എന്ന് എഴുതി. ഇവിടെ നോക്കുക, ഇവിടെ ഫ്ലോ ഓഫ് സിഗ്നൽ ഇവിടെ നിന്ന് ഇൻപുട്ട് ഈ ഡയറക്ഷനിൽ വന്ന് ഔട്ട്പുട്ട് എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് b = നമുക്ക് എന്ത് എഴുതാൻ പറ്റും, a ഇൻറ്റു ഇവിടെ എന്താണോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ g(s) ആണെങ്കിൽ a ഇൻറ്റു g(s) വരും. ഇനി നിങ്ങൾ സിംപ്ലി g എന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും നിങ്ങൾക്ക്, b = a ഇൻറ്റു g എന്ന് പറയും. ഇനി രണ്ടാമത്തെ എലമെൻ്റ് ആണെന്ത്, സമ്മിങ് പോയിൻറ്റ്. സമ്മിങ് പോയിൻ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, രണ്ടോ അതിലധികമോ സിഗ്നൽസിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സമ്മിങ് പോയിൻ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ 2 സമ്മിങ് പോയിൻറ്റുകൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നോക്കുക, ഇവിടെ 2 സിഗ്നൽ നമ്മൾ ആഡ് ചെയ്യാണ്. എ എന്ന് പറഞ്ഞ സിഗ്നലും ബി എന്ന് പറഞ്ഞ സിഗ്നലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു സമ്മർ എന്ന് പറയും. സോ ഇവിടെ പ്ലസ് ആണ് ഇട്ടിരിക്കുന്നത്. സോ ഇവിടെ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ എ പ്ലസ് ബി വരും. ഓക്കെ. ഇനി സപ്പോസ് ഇവിടെ ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഒരു പ്ലസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എ ബി ഇവിടെ നിന്ന് ഒരു സിഗ്നൽ സിയും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ എന്താണ് കിട്ടുക, എ പ്ലസ് ബി പ്ലസ് സി. ഇനി നിങ്ങൾക്ക് 2 സിഗ്നൽ സബ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നോക്കുക, ഈ സമ്മിങ് അല്ലെങ്കിൽ സമ്മറിനകത്ത് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ഇടുക. അപ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇവിടെ എ പ്ലസ് മൈനസ് ബി എന്നാണ് വരിക. അതായത് എ മൈനസ് ബി എന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സമ്മിങ് പോയിൻ്റ് ഉപയോഗിച്ച് സിഗ്നൽസിനെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യാനോ സാധിക്കും. അടുത്ത് വരുന്ന എലമെൻ്റ് ഏതാണ്, ബ്രാഞ്ച് പോയിൻറ്റ്. എന്താണ് ബ്രാഞ്ച് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കുക, ഇറ്റ് ഈസ് എ പോയിൻറ്റ് ഫ്രം വിച്ച് ദ സിഗ്നൽ ഫ്രം എ ബ്ലോക്ക് ഗോസ് കൺകറൻ്റ്ലി ടു അതർ ബ്ലോക്സ് ഓർ സമ്മിങ് പോയിൻറ്റ്. അതായത് ഇവിടെ നിന്നാണ് സിഗ്നൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്നൽ ഇവിടെ ഒരു ബ്ലോക്കിലേക്ക് പോകുന്നുണ്ട് അല്ലേ, ജി എന്ന് പറഞ്ഞ ഒരു ബ്ലോക്കിലേക്ക് പോയിട്ടുണ്ട്. അതേ സിഗ്നൽ തന്നെ എന്താണ് വേറെ ഒരു ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ഒരു സമ്മിങ് പോയിൻറ്റിലേക്കോ പോവാം. ഇവിടെ എന്ത് വരാം, ഒന്നുകിൽ ചിലപ്പം ബ്ലോക്ക് ആവാം അല്ലെങ്കിൽ എന്ത് വരാം, സമ്മിങ് പോയിൻ്റ് പോകാം. അതായത് ഒരേ സിഗ്നൽ ഒന്നിലധികം ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ സമ്മിങ് പോയിൻറ്റിലേക്കോ പോവുകയാണെങ്കിൽ ആ പോയിൻറ്റിന് നമ്മൾ എന്ത് പറയും, ബ്രാഞ്ച് പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഇതാണെന്ത്, ബ്രാഞ്ച് പോയിൻറ്റ്. സോ ഇവിടുന്ന് ഈ ഒരു സിഗ്നൽ, ഈ വരുന്ന സിഗ്നൽ ഈ ഒരു ബ്ലോക്കിലേക്കും അതേസമയം തന്നെ ആ സിഗ്നൽ വേറെ ഒരു ബ്ലോക്കിലേക്കോ അല്ലെങ്കിലോ സമ്മിങ് പോയിൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് നമ്മൾ എന്ത് പറയും, ബ്രാഞ്ച് പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 3 എലമെൻറ്റ്. ഇനി നമുക്ക് ബ്ലോക്ക് ഡയഗ്രം എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ള മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ബ്ലോക്ക് ഡയഗ്രത്തെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക് ഡയഗ്രം റെഡ്യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
രണ്ട് മെത്തേഡാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ റൂൾസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ബ്ലോക്കിനെ റെഡ്യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഡയഗ്രത്തിന് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ആ മെത്തേഡ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ റൂൾസ് വെച്ച് എങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ബ്ലോക്ക് ഡയഗ്രംസിനെ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കുക, കുറച്ച് റൂൾസുകളുണ്ട് ബ്ലോക്ക് ഡയഗ്രം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസുകളുണ്ട്. ഈ റൂൾസുകൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോംപ്ലിക്കേറ്റഡായ ബ്ലോക്ക് ഡയഗ്രത്തിനെ റെഡ്യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് റൂൾ നമുക്ക് നോക്കാം. ഇപ്പം ബ്ലോക്ക്സ് ഇൻ കാസ്കേഡാണ്, അല്ലെങ്കിൽ രണ്ട് ബ്ലോക്ക് സീരീസ് ആയി കണക്ട് ചെയ്താൽ എങ്ങനെ അതിന് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് കാണാം രണ്ട് ബ്ലോക്ക്, ഇവിടെ കാണുന്നത് G1ഉം G2 രണ്ട് ബ്ലോക്കിന് നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്തു. ഇവിടെ ഇൻപുട്ട് എ വരുന്നു അല്ലേ, ശരിയല്ല, എ വരുന്നു. സോ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും വരിക, ഞാൻ പറഞ്ഞു A × G1, G1 വരും. ഇവിടെ അടുത്ത ബ്ലോക്കിൽ എന്ത് വരുന്നു, G2 വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും വരിക, A × G1 G2. അപ്പോൾ ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു സിംഗിൾ ബ്ലോക്കാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്കറിയാം രണ്ട് ബ്ലോക്ക് സീരീസ് വന്നാൽ അല്ലെങ്കിൽ കാസ്കേഡ് വന്നാൽ നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി, ഈ രണ്ട് ബ്ലോക്കിൻ്റെയും ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയും, ഇതിനവിടെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും, എ വരും, G1 G2 മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പം G1 G2. അപ്പോൾ എ ഇൻറ്റു എന്ത് കിട്ടും, ഔട്ട്പുട്ടിൽ G1 G2. ഓക്കെ, അപ്പം സീരീസ് ആയിട്ട് വരികയാണെങ്കിൽ, കാസ്കേഡ് ആയിട്ട് വരികയാണെങ്കിൽ ഈ രണ്ട് ബ്ലോക്കിന് ഗെയിൻ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടാമത്തെ നോക്കുക, രണ്ട് ബ്ലോക്ക് പാരലലായിട്ടാണ് വരുന്നത് നോക്കുക, ബ്ലോക്ക്സ് ഇൻ പാരലൽ. ഇവിടെ നോക്കുക, ഇവിടെ ഒരു സമ്മറാണുള്ളത്, സമ്മർ. ഇവിടുന്ന് വരുന്ന ഇൻപുട്ട് എന്താണ്, എ ആണ്. ഇപ്പോൾ A G2 എന്നുള്ള ബ്ലോക്ക് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ A × G2 ഇവിടെ വരും, ശരിയല്ലേ. അതേ എ ഗെയിൻ അല്ലെങ്കിൽ എ എവിടെ വരുന്നു, G1ലേക്ക് വരുന്നു. സോ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് വരും, A G1 എന്ന് വരുന്നു. സോ ഇവിടുന്ന് A G2, ഇവിടുന്ന് എന്ത് വരുന്നു, A G1ഉം വരുന്നു. ഇത് രണ്ടും നമ്മൾ എവിടേക്കാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സമ്മറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും വരിക, A G1 പ്ലസ് A G2, ശരിയല്ലേ, A G1 പ്ലസ് A G2. ഇപ്പോൾ ഞാൻ A കോമൺ ആക്കി എടുത്താൽ എന്ത് കിട്ടും, G1 പ്ലസ് G2. അപ്പോൾ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ബ്ലോക്കാക്കി മാറ്റണേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ രണ്ട് ബ്ലോക്കിലും ഗെയിൻ എന്ത് ചെയ്യുക, അങ്ങ് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് G1 പ്ലസ് G2 ചെയ്യുക, G1 പ്ലസ് G2. ഇതിൻ്റെ ഇൻപുട്ടിൽ എന്ത് വരും, എ വരും. സോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, A × G1 പ്ലസ് G2. ഓക്കെ, അപ്പോൾ രണ്ട് ബ്ലോക്ക് പാരലായിട്ട് വന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് അതിന് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത റൂൾ നോക്കുക, മൂവിങ് ബ്രാഞ്ച് പോയിൻറ്റ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രാഞ്ച് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരേ പോയിന്റിൽ നിന്ന് ഒന്നിലധികം ഒരു ബ്ലോക്കിലേക്ക് പോയി ഇത് ഇവിടുന്ന് വേറൊരു ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ സമ്മിങ് പോയിന്റിലേക്ക് പോവാം. ഇവിടെ നോക്കുക, ഒരു ബ്രാഞ്ച് പോയിൻറ്റിനെ നമ്മൾ മൂവിങ് എഹെഡാണ്, അതായത് ഈ ബ്രാഞ്ച് പോയിൻറ്റിനെ നമ്മൾ മൂവ് ചെയ്യുന്നത് ഇവിടുന്ന് ഇവിടേക്കാണ് മൂവ് ചെയ്യുന്നത്, ഈ ബ്ലോക്കിൻ്റെ ഇപ്പുറത്തേക്ക് ശേഷം അല്ലേ, ഈ ബ്ലോക്കിന് ശേഷം ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഈ ബ്രാഞ്ച് പോയിൻറ്റിന് ഒരു ബ്ലോക്കിന് എഹെഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ജി ഇവിടെ എന്താണോ ഗെയിൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ചെയ്ത് നോക്കൂ, ഈ പോയിൻറ്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പം ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതോടെ കാണിച്ചിരിക്കുന്നത് ഈ പോയിൻറ്റിനെ നമ്മൾ ഇവിടേക്ക് എത്തിച്ചു. ഇവിടേക്ക് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്, 1/g ഇവിടെയുള്ള എന്താണോ ട്രാൻസ്ഫർ ഫംഗ്ഷനിലെ ഗെയിൻ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളിവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടും എന്തായിരിക്കും, ഇക്വലൻ്റ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇവിടെ എ ജി ഇവിടെ കിട്ടേണ്ടത് എ ആണ് ഇവിടെ വരേണ്ടത് ഔട്ട്പുട്ടിൽ. സോ ഇവിടെ നിന്ന് AG വരും, AG ഡിവൈഡഡ് ബൈ ജി വരും, കാരണം AG × 1/g ഇവിടെ എന്ത് കിട്ടും, എ എന്ന് കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള റൂളുകൾ ഉപയോഗിക്കേണ്ടി വരും. പലപ്പോഴും നമുക്ക് ബ്രാഞ്ച് പോയിൻറ്റിനെ മൂവ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത് നോക്കുക,
ബ്രാഞ്ച് പോയിൻ്റ് നമ്മൾ നേരത്തെ എന്താണ് മൂവിങ് ഹെഡിന് വേറെ എന്താണ് ബ്രാഞ്ച് പോയിൻറ്റ് ബിഫോർ ദ ബ്ലോക്കിന് മുമ്പിലേക്ക്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്. സോ നമ്മൾ ഇതാണ് നമ്മളുടെ ബ്രാഞ്ച് പോയിൻറ്റ്. സോ ഇവിടെ എ വന്നു, ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഔട്ട്പുട്ടിൽ എ ജി, ഇവിടെ എ ജി ആണ്. സോ ഈ ബ്രാഞ്ച് പോയിൻറ്റ് ഞാൻ മുമ്പോട്ട് മൂവ് ചെയ്യാണ്. മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നേരെ റിവേഴ്സ്. അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈ പോയിൻറ്റിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ള എന്താണോ അതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് മൂവ് ചെയ്തു, നമ്മൾ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂൾ നോക്കാം. എന്താണ്? മൂവിങ് സമ്മിങ് പോയിൻറ്റ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് പോയിൻറ്റിനെ മൂവിങ് എഹെഡ് ഓഫ് ദ ബ്ലോക്കും മൂവിങ് ബിഫോർ ദ ബ്ലോക്കും ചെയ്തു. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സമ്മിങ് പോയിൻറ്റിനാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ബ്രാഞ്ച് പോയിൻറ്റിന് നേരെ റിവേഴ്സ് ആയിരിക്കും. അതായത് ബ്രാഞ്ച് പോയിൻറ്റ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക് ആകുന്ന സമയത്ത് നമ്മൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൊണ്ട് എന്താണ് ചെയ്തത്? ഡിവൈഡ് ചെയ്തു. ബ്രാഞ്ച് പോയിൻറ്റ് ബിഫോർ ദ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന് നേരെ റിവേഴ്സാണ് ചെയ്യേണ്ടത്. ഏതിൽ? സമ്മിങ് പോയിൻറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ നമുക്ക് നോക്കാം. മൂവിങ് സമ്മിങ് പോയിൻറ്റ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇതാണ് നമ്മളുടെ സമ്മിങ് പോയിൻറ്റ്. ഈ സമ്മിങ് പോയിൻറ്റ് നമ്മൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിങ്ങൾ ഡിവൈഡാണ് ചെയ്തത് ബ്രാഞ്ച് പോയിൻറ്റിൽ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, എ എന്ന് പറഞ്ഞ സിഗ്നൽ നേരെ ജിയിലേക്ക് വന്നു. നമ്മൾ സമ്മിങ് പോയിൻറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത സമയത്ത് ബീൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാൻ നിങ്ങൾക്കറിയാം, ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു ജി ആണ് ഔട്ട്പുട്ടിൽ വരിക. ഇവിടെ വന്നൊരു എ ജി വന്നു, ബി ജി വന്നു. സോ എ ജി പ്ലസ് ബി ജി ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു ജി. അപ്പം മൂവിങ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക്, അതായത് സമ്മിങ് പോയിൻറ്റിനെ എഹെഡ് ഓഫ് ദ ബ്ലോക്കിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലോക്കിലുള്ള ട്രാൻസ്ഫർ ഗെയിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത് നോക്കുക, മൂവിങ് സമ്മിങ് പോയിൻറ്റ് ബിഫോർ ദ ബ്ലോക്ക് ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഡിവൈഡ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ അവിടെ നോക്കുക, നമ്മൾ ഈ ബ്ലോക്ക് സമ്മിങ് പോയിൻറ്റിനെ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഈ ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഈ സമ്മിങ് പോയിൻറ്റിനെ ഇവിടുന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഗെയിൻ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ബി ഇൻറ്റു 1/g വരും. സോ ഇവിടെ എ വരും, ഇവിടെ ബി ബൈ ജിയും വരും. സോ എ പ്ലസ് ബി ബൈ ജി ഇൻറ്റു ജി ചെയ്യുന്ന സമയത്ത് എ ജി പ്ലസ് ബി ഉണ്ടോ? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഒരേപോലെ വരും. അപ്പം ബിഫോർ ദ ബ്ലോക്ക് ആകുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യണം. ഇത് നേരെ ബ്രാഞ്ച് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിന് നേരെ ഓപ്പോസിറ്റാണ് എന്തിൽ വരിക? സമ്മിങ് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് വരിക. ഇനി അടുത്ത നോക്കുക. അടുത്ത ഈ റൂൾ എന്ന് പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ രണ്ട് സമ്മിങ് പോയിൻറ്റ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ഈ സംഭരണം ഇവിടേക്കും ഇത് ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണ് ഫ്ലോ ഓഫ് സിഗ്നൽ കറക്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എയും വന്നു, എ പ്ലസ് ബി വന്നു. ഈ എ പ്ലസ് ബീൻ്റെ കൂടെ നമ്മൾ സി ഇവിടെ എന്താണ് സബ്ട്രാക്റ്റാണ് ചെയ്യുന്നത്. സോ എ പ്ലസ് ബി മൈനസ് സി. ഇപ്പോൾ ഞാൻ ഈ സമ്മറിനെ ഇങ്ങോട്ടേക്ക്, അതായത് ഈ പ്ലസ് മൈനസ് ഉള്ള സമ്മറിനെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പ്ലസ് മൈനസ് വന്നു, സി ഇവിടുന്ന് വരുന്നു അല്ലേ. അപ്പം എ മൈനസ് സി ആണ് വരിക. എ മൈനസ് സിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? പ്ലസ് ബി അല്ലേ വേണ്ടത്. അപ്പോൾ അടുത്ത ബി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലസ് പ്ലസ് ചെയ്താൽ മതി, പ്ലസ് പ്ലസ്. സോ എ മൈനസ് സി പ്ലസ് ബി കിട്ടും. ദാറ്റ് ഈസ് എ പ്ലസ് ബി മൈനസ് എന്ത് കിട്ടും? നിങ്ങൾക്ക് സി കിട്ടും. അടുത്ത റൂള് നോക്കാം. സ്പ്ലിറ്റിംഗ് സമ്മിങ് പോയിൻറ്റ്. അതായത് എങ്ങനെ ഒരു സമ്മിങ് പോയിൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 3 സിഗ്നൽ ഒരു സമ്മിങ് പോയിൻറ്റിലേക്ക് വരുന്നുണ്ട്. എ ബി സി. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ 2 പ്ലസ് ആണ്. സോ എ പ്ലസ് ബി ഇത് മൈനസ് ആണ്. സോ എ പ്ലസ് ബി മൈനസ് സി വരും. അതിനെ നോക്കുക, നമ്മൾ ഇതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 ആയി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എയും ബിയും സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ എ പ്ലസ് ബി ആക്കി. ഇതിൻ്റെ കൂടെ എനിക്ക് എന്താ ചെയ്യേണ്ടത്? മൈനസ് സി ആണ്. അപ്പോൾ ഈ സമ്മർ എന്തിട്ടാൽ മതി? നിങ്ങൾ മൈനസ് ഇട്ടാൽ മതി. എ പ്ലസ് ബി മൈനസ് സി എന്ന് വരും. ഓക്കെ, ഇതൊന്നും അത്ര ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത എന്താണ്? കമ്പൈനിങ് സമ്മിങ് പോയിൻറ്റ്. അതായത് 2 സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമ്മിങ് പോയിൻറ്റിനെ കമ്പൈൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഇവിടെ നിന്ന് എന്ത് വരുന്നു? മൈനസ് സി. ദാറ്റ് ഈസ് എ പ്ലസ് ബി മൈനസ് സി. ഇതിനെ ഒരു സിംഗിൾ സമ്മറാക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? എ ബി സിയിൽ എന്ത് കൊടുത്താൽ മതി? നെഗറ്റീവ് കൊടുത്താൽ പോരെ. എ ബി സിയിൽ നെഗറ്റീവ് കൊടുത്താൽ എ പ്ലസ് ബി മൈനസ് സി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എലിമിനേഷൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്.
നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കി തന്നെ അറിയാം ഇത് എന്ത് സ്ട്രക്ചറാണ്, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് എന്താണ്, നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്, നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സമ്മറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് പ്ലസ് ഇത് മൈനസ് ആണ്. സോ ഇതാണ് നമ്മൾ എന്ത് ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിന് നമ്മൾ എവിടേക്കാണ് കണ്ടുകരിക്കുന്നത്, സമ്മറിൻ്റെ നെഗറ്റീവിലേക്കാണ്, അല്ലെങ്കിൽ ഈ ഫീഡ്ബാക്ക് എന്നാണ് പറയുക. ഈ ഫീഡ്ബാക്ക് നമ്മൾ എവിടെ കൊടുക്കുന്നത്, നെഗറ്റീവിലാണ്. അതുകൊണ്ട് ഇതെന്താണ്, നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഒന്ന് നോക്കുക, ഈ സിസ്റ്റം സ്ട്രക്ചർ ഒന്ന് നോക്കുക. ആർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്, സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ടാണ്. ഇവിടെ എന്താണ്, ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫോർവേഡ് പാത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫീഡ്ബാക്ക് പാത്തിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് എന്ത്, എച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ആറ് ജി സി എച്ച്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്തിട്ട് ഇതിനെ സിംഗിൾ ബ്ലോക്കാക്കി മാറ്റണം. അതിനുള്ള റൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ആർ സി വന്നു ഇൻപുട്ട് ഔട്ട്പുട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 1 + ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ജി ഡിവൈഡഡ് ബൈ 1 + ജി എച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് കേസിൽ ഈ റൂള് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു ബ്ലോക്കിനെ, ഒരു ഫീഡ്ബാക്ക് ലൂപ്പിനെ എങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇതിനകത്ത് ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കുക, അതായത് ഫോർവേഡ് പാത്തിലെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഈ ഫീഡ്ബാക്ക് പാത്തിലെ ട്രാൻസ്ഫർ ഫംഗ്ഷനും നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ 1 + ഇൻറ്റു ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ജി ഡിവൈഡഡ് ബൈ 1 + ജി എച്ച്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 1 + എടുക്കാൻ കാരണം ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ടാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 + ജി എച്ച് വരും. എൻ്റെ പ്രൂഫ് വേണേൽ ജസ്റ്റ് നോക്കുക. ഇവിടെ സി ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടുന്ന് 6 വന്നു, ഇവിടെ നിന്ന് എന്താണ് വരിക, ഔട്ട്പുട്ട് സി ഇൻറ്റു എച്ച് വരും അല്ലേ. അപ്പോൾ സി എച്ച് വരും. സോ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക, ആർ മൈനസ് സി എച്ച് അല്ലേ, ആർ മൈനസ് സി എച്ച് വരും. ഇൻറ്റു എന്ത് വരും, ജി വരും, ആർ മൈനസ് സി എച്ച് ഇൻറ്റു ജി. അപ്പോൾ സി ഇസ് ഈക്വൽ ടു എന്താണ് വരിക, ആർ മൈനസ് സി എച്ച് ഇൻറ്റു ജി. സോ സി ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും, ആർ ജി മൈനസ് സി എച്ച് ജി. ഞാൻ എന്ത് എഴുതു, സീൻ്റെ സൈഡിൽ ഈ സി എച്ചിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ സി + സി എച്ച് ജി സി കൊണ്ട് എന്ത് കിട്ടും, നിങ്ങൾക്ക് ആർ ജി വരും. സീനെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു, സി ഇൻറ്റു എന്ത് കിട്ടി, 1 + എച്ച് ജി ഇസ് ഈക്വൽ ടു ആർ ജി കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സി ബൈ ആർ. അപ്പോൾ സി ബൈ ആർ സി കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ജി ഡിവൈഡഡ് ബൈ 1 + ജി എച്ച്. അതാണ് ഇവിടെ കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം സിറ്റുവേഷൻ ഒന്ന് നോക്കുക, എലിമിനേഷൻ ഓഫ് എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് പോസിറ്റീവാണ്. എലിമിനേഷൻ ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പാണ്. ഇപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീഡ്ബാക്കിൽ എന്താണ് വരിക, പ്ലസ് ആണ്. ഇവിടെ നോക്കുക നിങ്ങൾ, പ്ലസ് മൈനസ് ആയിരുന്നു, ഇവിടെ എന്താണ് പ്ലസ് ആണ്. ഇവിടെ അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കിലാകുമ്പം ഒന്നുമില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി ഡിവൈഡ് ബൈ 1 ആണ്. നെഗറ്റീവ് ആണെങ്കിൽ 1 ആണെങ്കിൽ, പോസിറ്റീവ് ആണെന്ന് വരിക 1 - ആണ് വരിക. സോ ജി ഡിവൈഡ് ബൈ 1 - ജി എച്ച് വരും.